ഇത്ര ശക്തമായിട്ടുള്ള വെയിലിൽ നിന്ന് ഒരു ചെറിയ വീട്ടിലേക്കുള്ള ഒരു കൈവഴിയാണ് ഇത്. ഈ വീട്ടിലേക്ക് തിരിയുമ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു ചെറിയ തോട്ടാണ്, പൂന്തോട്ടം. ഇത് ഇവിടുത്തെ ഒരു കർഷകൻ്റെ കൈവേലകളതൊക്കെ. ഇതാണ് ആ വഴിയിലേക്ക് തിരിയുന്ന വഴി. ഇനി ആ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തണലാണ് ഇവിടെ. ഇവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, വെയിലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളൊരു നല്ല തണവിലേക്ക് കിടക്കുന്ന ഒരു പ്രതീതിയാണ്. എത്ര ശക്തമായിട്ടുള്ള വെയിലുണ്ടായാലും ചൂട് ഇവിടെ അധികം അനുഭവപ്പെടാറില്ല. ഈ കാണുന്നത് ഒരു പാമ്പുംകാവാണ്. ആ പാമ്പുംകാവിൻ്റെ ഒരു മരം ഇതൊക്കെയാണ് കാണുന്നത്. ഇതാണ് വീട്ടിലേക്ക് ഇറങ്ങി പോണ വഴി, നാട്ടുവഴി, മരത്തെ വഴിയാണ്. ഇവിടെ ഈ കാണുന്നത് കിണറാണ്. ഈ കിണറ്റിലെ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു കിണറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏറ്റവും കൂടുതൽ തണവുള്ളൊരു വീടെന്ന് പറഞ്ഞില്ലേ. ഈ വീട്ടിൽ ചൂട് എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് തോന്നും. കാരണം അത്രയും തണവിൽ നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള വീടാണിത്. ഇവിടേക്ക് അധികം എത്ര ചൂട് പുറത്തുണ്ടായാലും ഇവിടേക്ക് ചൂടധികം വരാറില്ല. അത് ഈ മരത്തിൻ്റെ തണവ് കാരണം കൊണ്ടാണത് അങ്ങനെ നിൽക്കുന്നത്. അതാണ് വീടിൻ്റെ മുറ്റത്ത് ഒരു മരം ഉണ്ടായാൽ ഏറ്റവും നല്ലത് എന്ന് കാരണവന്മാർ പറയാറുള്ളത്.